വെൽക്കം വരുവാണ്. ധോനിയുടെ 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഡെഡാണ്. ഇത് ഓൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഹെച്ച് ഔട്ടിരുന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ടാണ്. അപ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ട് എന്തെങ്കിലുമൊക്കെ കുറേ കാരണങ്ങൾ കാണും. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഈ ട്യൂബ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഓക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എൽ ഒ ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പവർ സപ്ലൈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇതേപോലെ സംഭവം എന്താണ് ഹെച്ച് ഔട്ട് കംപ്ലൈൻ്റ് ആവും. പിന്നെ അതല്ലാതെ എനിക്ക് ഹെച്ച് ഔട്ട് മാത്രമായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഹെച്ച് ഔട്ട് മാറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് റെഡി ആയിട്ടുമുണ്ട്. പിന്നെ EHT കപ്പിന് എന്തെങ്കിലും ഇതേപോലെ ലീക്കോ കാര്യങ്ങളോ, കപ്പ് എന്തെങ്കിലും മോശമാണെങ്കിൽ ഇതേപോലെ ലീക്ക് വന്നിട്ടും ഹെച്ച് ഔട്ട് അടിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ടാണ്. ഷോർട്ടാകാൻ കാരണം വേറെ ഒന്നുമല്ല, LOT കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ LOT കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഹെച്ച് ഔട്ട് അടിച്ചു പോയത്. അപ്പോൾ ഇവിടെ ഇനി LOT മാറ്റിയിടണം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു പഴയ LOT ഉണ്ട്. അപ്പോൾ അത് വീണ്ടും സംഭവം ഹെച്ച് ഔട്ടൊക്കെ ഇട്ടപ്പോൾ ഹെച്ച് ഔട്ട് വീണ്ടും ഒക്കെ ഷോർട്ടായിപ്പോയി. ഓക്കെ, ഇപ്പോൾ 2-3 പ്രാവശ്യം എന്തോ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഹെച്ച് ഔട്ട് അടിച്ചു പോയി. ഓരോന്നും പയ്യെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് സംഭവം പിടികിട്ടിയത് LOT ആണ് കംപ്ലൈൻ്റ് എന്ന്. LOT ഇപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതേ സെയിം ബോർഡിൽ നിന്ന് വേറെ LOT എടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചെറുതായിട്ട് പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട്. ആദ്യം ഒരു LOT ഇട്ടു. ഇട്ടപ്പോഴത്തേക്കും അത് മൂട്ടിലൊന്ന് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെന്താണ് കളഞ്ഞിട്ട് വേറൊരു LOT ഇട്ടു. അതാണ് ഇത്. അപ്പോൾ അത് LOT ഒക്കെ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. സോൾഡർ ചെയ്തൊക്കെ വെച്ചു. ഇനി TV ഓൺ ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്തിട്ടുണ്ട്. സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഗ്രെയിൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഒരു കംപ്ലയിൻസും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.